ഏവർക്കും അഗ്രി വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ വീടുകളിൽ ലോൺ വച്ചിട്ടുണ്ടാവും, അതായത് പുൽത്തകിടി വച്ചിട്ടുണ്ടാവും. അതിലുണ്ടായിരിക്കുന്ന കളയെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് നമുക്ക് തരുന്നത്. ഒത്തിരി കളകൾ ഈ പുല്ലിൽ വരാറുണ്ട്. ഒരു ഗ്രാസ് പോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പുല്ല് വരും, പക്ഷെ നമ്മൾ ഈ മെഡിസിൻ കൊണ്ട് ആ കള നശിക്കത്തില്ല. എന്നാൽ ഇലയായിട്ട് വരുന്ന ഒത്തിരി കളകളുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? അതായത് നമ്മൾ വച്ച പുല്ലിനെ മെക്സിക്കൻ ഗ്രാസ് വയ്ക്കാറുണ്ട്, ബഫലോ ഗ്രാസ് വയ്ക്കാറുണ്ട്, ഇങ്ങനെ കൊറിയൻ ഗ്രാസ് വയ്ക്കാറുണ്ട്. പിന്നെ ബഫലോ ഗ്രാസിൻ്റെ തന്നെ ചെറിയ ഡോർഫായിട്ടുള്ള ഗ്രാസ് വയ്ക്കാറുണ്ട്. അപ്പം ഈ വ്യത്യസ്തമായിട്ടുള്ള ഗ്രാസിൽ തന്നെ അല്ലാതെ ആവശ്യമില്ലാത്ത കളച്ചെടികൾ വരുന്നുണ്ട്. നമ്മൾ അതിൽ വളം കൂടി ഇടാറില്ല, എന്നാൽ ഇത് പെട്ടെന്ന് ഇങ്ങ് കയറി വരുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പിലായിട്ട് ഇത് ജൈവ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ജൈവ രീതി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് പറിച്ച് തന്നെ എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കെമിക്കൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതിന് നമുക്ക് 2 പ്രോഡക്റ്റാണ് നമ്മളൊന്ന് ഉപയോഗിക്കുന്നത്. ഒന്ന് അൽമിക്സ്, രണ്ടാമത്തത് വന്നിട്ട് വെൽവെറ്റ്. ഇത് രണ്ടുമാണ് നമ്മൾ ഈ പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഡെമോ കാണാൻ പോവാം, വരൂ. എട്ട് ഗ്രാം 25 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 ഗ്രാം പാക്കറ്റ് 12.5 ലിറ്റർ വെള്ളത്തിലേക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ കണക്ക്. ഈ വെൽവെറ്റ് വന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിന് 1/2 മില്ലി എന്ന കണക്കാണ് നമുക്ക് ഒരു 7 മില്ലി എടുത്താൽ മതിയാവും 12 ലിറ്റർ വെള്ളത്തിലേക്ക്. ഇത് രണ്ടും കൂടി നമ്മൾ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സ്പ്രേ ചെയ്യുന്നതിന് മുമ്പേ എപ്പോഴും ഞാൻ പറയുന്നത് തന്നെയാണ്, നന്നായിട്ട് ആഹാരം കഴിച്ചിരിക്കണം, കയ്യിൽ നഖമുണ്ടാവാൻ പാടില്ല, മാസ്ക് ധരിച്ചിരിക്കണം, കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരിക്കണം, തലയിൽ തൊപ്പി ഉണ്ടായിരിക്കണം, കാലിൽ ഷൂവും മസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വെൽവെറ്റും അൽമിക്സും അടിച്ച് 1 മാസം കഴിഞ്ഞ വീഡിയോയാണ്. ഇപ്പോൾ എല്ലാ കളയും നശിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മളാണ് വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ വിടുന്നതല്ല. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി.